ഹായ് ഗൈസ്, എൻ്റെ ഇക്ബാൽ. ഞാൻ ജഗത് കൃഷ്ണ, ലെഫ്റ്റ് ജെ.കെ. അതെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മൾ ഇത്ര ആളുടെ ഷോർട്സും കാര്യങ്ങളും ഇട്ടിട്ടുള്ളൂ. ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇന്നൊരു ചെസ്റ്റ് ഡേ ആണ്. നമ്മൾ 3 പേരുണ്ട്, ഒരാളും കൂടെ വരാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. സോ ഇന്ന് ചെസ്റ്റ് അടിക്കുന്നു, പമ്പ് ചെയ്യുന്നു, ആളെത്തിയിരിക്കുന്നു, ഇപ്പോൾ വരുന്നതാണ്. പിന്നെ ഇവിടെയുള്ള കവട്ടകളുടെ എല്ലാ കുണ്ടിയും തലയും കാലും എല്ലാം കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് ബെഞ്ച് പ്രസ്സിൽ നിന്നാണ്. ബെഞ്ച് പ്രസ് ആദ്യം നമ്മൾ 10 kg സ്റ്റാർട്ട് ചെയ്യണത്. വാമ്പെല്ലാം ചെയ്തിട്ടാണ് ചെയ്ത്. ഗൈസ്, നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പ്രോപ്പറായിട്ടുള്ള മൈക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫോൺ റെക്കോർഡ് കൂടെയാണ് വോയിസും കാര്യമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൺ സൈഡ് ആദ്യം 10 ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. മാക്സിമം 30 to 25 വരെ നമ്മൾ പോകും. 40 വരെ പോകും. പക്ഷേ 40 വരെ പോകും. എന്നാലും ബാക്കി വർക്കൗട്ടുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ 25 to 30 വരെ പോയിട്ടുള്ളൂ. അപ്പോൾ ബെഞ്ച് പ്രസ് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലൈൻ പ്രസ്സാണ്. ഡിക്ലൈൻ ഡമ്പലിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്തതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മളൊരു വേരിയേഷൻ പോലെയാണ് ചെയ്യുന്നത്. അത് ചെയ്ത് തൊട്ട് പുറകെ നമ്മൾ ഡിപ്സ് അടിക്കും, ചെസ്റ്റ് ഡിപ്സ് അടിക്കും. അതും ഈ 3 സെറ്റിൻ്റെ കൂടെ അടിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് 15 തുടങ്ങിയത്. 50-20 തന്നെ, ലാസ്റ്റ് 2 സെറ്റും 20 തന്നെ അടിക്കും. എന്നിട്ട് ഡിപ്സ് അടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഇംഗ്ലണ്ട് ഡംബൽ പ്രസ്സിന് പകരമായിട്ട് ഇംഗ്ലണ്ടിൽ തന്നെ ബെഞ്ചിട്ടിട്ട് കേബിളിൽ നമ്മൾ ഇംഗ്ലണ്ട് പ്രസ് അടിക്കുകയാണ്. അതിൽ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടായ ഇംഗ്ലണ്ട് ഫ്ലൈയും. രണ്ടും നല്ല വർക്കൗട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പർ ചെസ്റ്റ് നല്ല പമ്പ് കിട്ടും. നമ്മളിപ്പോൾ ഇത് ലാസ്റ്റ് സെറ്റിൻ്റെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അതൊരു ഡ്രോപ്പ് സെറ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണേ. ഇംഗ്ലണ്ട് ഇത് കഴിഞ്ഞ് ഈ വർക്കൗട്ട് കഴിഞ്ഞ് ഇനി ഇതിൽ തന്നെ സെയിം രീതിയിൽ തന്നെ പുഷിന് വരെ ഫ്ലൈ ആയിരിക്കും. അപ്പോൾ അതാണ് അടുത്ത വർക്കൗട്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ ചെസ്റ്റ് തീരുക. ഗൈസ്, ദേണ്ട ബാക്കിൽ ഒരു വലിയ ചേട്ടൻ ഇരിക്കുന്നു. അവർ ഭയങ്കര പൊക്ക. ജേക്കബ് ഈസ് ആക്ച്വലി മൈ സീനിയർ. പുറകിരിക്കുന്നത് നിസ്സാരക്കാരനൊന്നുമല്ല. ആക്ച്വലി ഹീസ് എ ഫുട്ബോൾ പ്ലെയർ ആണ്. ഗോളി കീപ്പറാട്ടോ. ബാവൻസിൻ്റെ ഗോളി കീപ്പറായിരുന്നു പുള്ളി പണ്ടത്തെ. ഇഞ്ചുറീസ് ഓൾവേസ് മാറ്റർ. ഓൾവേസ് കീപ് പ്രിക്കോഷൻസ്. ആശാന്റെ ശിഷ്യൻ ഞങ്ങളുടെ അരുമ ആസാൻ വന്ന് പെരിയ ആള് തലൈവർ അബീദ് പി വി. എന്നാണ് എങ്ങനെയുണ്ട്? റിക്കവറി ഉണ്ടോ? റിക്കവറി കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ജസ്റ്റ് ഓടി റെക്കോർഡാണ്. എന്നെ പറ്റിയാണ് ഇഞ്ചുറി തന്നെ പറ്റിയത്. ഇഞ്ചുറി ലിഗമെന്റ് ആയിരുന്നു. എന്നിട്ട് അതിൻ്റെ സർജറി ഒക്കെ ചെയ്ത് ശരിയായി കഴിഞ്ഞ് വീണ്ടും ഫുട്ബോളൊക്കെ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു മെനിസ്കസ് ടയറും കൂടെ പറ്റി. എങ്ങനെ പറ്റി? ബാൺസിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ കോളേജിൽ പോയി ഡിഫൻഡറായിരുന്നു. ഗോൾ കീപ്പറിൻ്റെ പരിപാടി നിർത്തി. ബാവൻസോടെ നിർത്തി. എന്തെങ്കിലും ഒരു തവണ പറ്റിക്കഴിഞ്ഞാൽ മാറി കേട്ട് കളിക്കുക. ആണല്ലോ, നമ്മൾ എല്ലാ വീക്കും നല്ല രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഞാനൊക്കെ വർക്ക് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് പോയി വലിയ വാമ്പൊന്നും ഇല്ലാതെ കളിച്ച് അങ്ങനെയാണ്. മെയിൻ പ്രോപ്പറായിട്ടുള്ള വാമ്പ് ചെയ്തിട്ട് തന്നെയാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സാധനമാണ് തോളിന് പെയിൻ തന്നെ. തോളിന് നന്നായിട്ട് വാമ്പ് ചെയ്യുക. ഫുട്ബോൾ കളിക്കുമ്പോഴും വാമ്പ് ചെയ്യുക. കോൾഡ് ആകുമ്പോൾ ഇഞ്ചുറിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതെ, വേർഡ്സ് ഫ്രം എ സ്പോർട്സ്മാൻ. ഓക്കെ.
അത്ലീറ്റ് അത്ലീറ്റ് കുമ്പൂനെ ഓർമ്മിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളിനി ഒരു സെറ്റും കൂടെ ഉണ്ട്. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലൈ ഉണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ പറഞ്ഞ കേട്ടല്ലോ, എല്ലാവരും പ്രോപ്പറായിട്ടുള്ള വാമ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് വർക്കൗട്ട് സെറ്റുകളും. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ് ചെസ്റ്റിൻ്റെ. ഞാൻ പറഞ്ഞ ഇൻക്ലൈൻ ബെഞ്ചിട്ടിട്ട് ഫ്ലൈ എന്ന് വെച്ചാൽ നമ്മുടെ മുട്ട് ബെൻഡ് ചെയ്ത് ശരിക്കും ഞാൻ ചെയ്യുന്ന പോലെ. ഇതിപ്പോൾ ലാസ്റ്റത്തെ സെറ്റൊരു വീഡിയോ ആണ്. നല്ല റഷായപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഒരു വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത വ്ളോഗ് അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി ജോയിൻ ചെയ്യുക. ഇതിപ്പോൾ ഒരു ഡ്രോപ്പ് സെറ്റാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 25-ന്നാണ് നമ്മൾ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് 10 വരെ വന്നു. മാക്സിമം ഫെയിലിയർ വരെയാണ് പോയത്. ഗൈസ് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, ആദ്യത്തെ വ്ളോഗാണ്. സോ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്കറിയാം. ഈ വോയിസ് ഓവർ തന്നെ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. മാക്സിമം നമ്മൾ മൈക്ക് മേടിച്ച് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലി ജോയിൻ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ അടുത്തത് ഏത് വർക്കൗട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ജഗത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ഷോർട്സ് റീൽസ് അതിൻ്റെ കണ്ടൻസൊക്കെ വരുന്നത് ഇൻസ്റ്റയിലും നമ്മുടെ ഷോർട്സുമായിട്ടാണ്. അപ്പോൾ ഷോൾഡർ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതൊരു ഷോർട്സാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.